أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ നമ്മുടെ കർമ്മങ്ങളെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹുവെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സംഭവബഹുലമായ 23 വർഷക്കാലത്തെ ജീവിതം കൊണ്ട് നമുക്ക് പകർന്നു നൽകിയ തസ്കിയത്തിൻ്റെയും തർബിയത്തിൻ്റെയും പാഠങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരുത്തും വിലമതിക്കാനാവാത്ത സമ്പത്തും എന്ന് പറയാവുന്നതാണ്. സംസ്കാരത്തിന്റെ ഏത് മാപിനി വെച്ച് പരിശോധിച്ചാലും ആധുനികമായ ഏത് അളവുകോലുകൾ വെച്ച് അളന്നെടുത്താലും നമ്മൾ 0 മാർക്ക് മാത്രം നൽകുന്ന ഒരു സമൂഹത്തെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ അർത്ഥത്തിലും സംസ്കാര സമ്പന്നരാക്കുകയും ലോകത്തിന് മാതൃകയാക്കി തീർക്കുകയും ചെയ്തതാണ്. അതിന്റെ അടിസ്ഥാനമാണ് തർബിയത്തും തസ്കിയത്തും എന്ന് പറയുന്നത്. സംസ്കരണമാണ് തസ്കിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പെരുമാറ്റച്ചട്ടങ്ങളും തർബിയത്തുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. സാധാരണ വെള്ളിയാഴ്ചയൊക്കെ നമ്മൾ പാരായണം ചെയ്യാറുള്ള സൂറത്തുൽ ജുമുഅയിലെ 2-ാമത്തെ ആയത്തിൽ നമുക്കെല്ലാവർക്കും കാണാതെ അറിയുന്ന ഒരു സൂക്തം, അതിൽ വിശുദ്ധ ഖുർആൻ അത് തെര്യപ്പെടുത്തുന്നുണ്ട്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ആ പ്രവാചകൻ എന്തിനു വേണ്ടിയാണ് നിയുക്തനായത്? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതിക്കേൾപ്പിച്ചു കൊടുക്കാൻ. അങ്ങനെ വയുസക്കീഹിം, അവരെ സംസ്കരിക്കുന്നതിനു വേണ്ടി, വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, കിതാബ് അവരെ പഠിപ്പിക്കുന്നതിനു വേണ്ടി, വേദഗ്രന്ഥം, തത്വജ്ഞാനം അവർക്ക് പകർന്നു നൽകുന്നതിനു വേണ്ടി, ജീവിതത്തെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് യുക്തിഭദ്രമായി, തത്വദീക്ഷയോടുകൂടി, പരിപക്വമായി എങ്ങനെ ജീവിച്ചു മുന്നോട്ട് പോകണം, അതൊരു ഹിക്മത്ത് എന്ന് പറയല്ല. അത് വലിയ സിദ്ധാന്തങ്ങൾ മാത്രമല്ല തത്വജ്ഞാനം എന്ന് പറഞ്ഞാൽ. തത്വജ്ഞാനികൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണയായി മനസ്സിൽ ഇങ്ങനെ രൂപപ്പെടുത്തുന്ന ഒരു രൂപമുണ്ട്. നമ്മുടെ ജീവിതത്തിലൊക്കെ ഹിക്മത്ത് ഉണ്ടാകണം. ആ ഹിക്മത്ത്, അതാണ് ജീവിതത്തിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞത്. അത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. മുമ്പ് വളരെ വ്യക്തമായ വഴികേടിലായിരുന്ന ഒരു സമൂഹമായിരുന്നു. അത് എല്ലാ കാലത്തും വഴികേടിൽ നിന്ന് മനുഷ്യരെ തസ്കിയത്തിന്റെയും തർബിയത്തിന്റെയും യുക്തിദീക്ഷയുടെയും സംസ്കാരത്തിന്റെയും ഒക്കെ വഴിയിലേക്ക് വിശുദ്ധ ഖുർആൻ കാലാകാലവും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ കാന ഖുലുഖുഹു അൽ ഖുർആൻ, നബിയുടെ സ്വഭാവം ഖുർആനായിരുന്നു. ആ ഖുർആന്റെ വിശദീകരണമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 കൊല്ലത്തെ ജീവിതം. അതാണ് ഹദീസ് എന്ന പേരിൽ നമ്മൾ പഠിക്കുന്ന
പ്രവാചകന്റെ തിരുമൊഴികൾ, അവിടുത്തെ മൗനാനുവാദം, അവിടുത്തെ വാക്കുകൾ, അവിടുത്തെ പ്രവൃത്തി, ഇതിനാണ് സുന്നത്ത് എന്ന് പറയാം. അൽ ഖുർആൻ വസ്സുന്ന തറക്തു ഫീക്കും അംറൈനി ലൻ തുളില്ലു മാ തമസ്സക്തും ബിഹിമാ എന്ന് റസൂലുള്ളാഹി അവസാനമായി പറയുന്നു. നിങ്ങൾ അത് മുറുകെ പിടിച്ച് നിങ്ങൾ പിഴച്ചു പോകൂല. സഹോദരങ്ങളെ, ആ ഖുർആനിന്റെ മാസം അതാണ് വരാനിരിക്കുന്നത്. തസ്കിയത്തിന്റെയും തർബിയത്തിന്റെയും മാസമാണ് വരാനിരിക്കുന്നത്. ആത്മസംസ്കരണത്തിൽ ഒരു വിശ്വാസിക്ക് എത്രമേൽ ഉയരുവാൻ കഴിയുമോ അത്രമേൽ സാധ്യതകളെ തുറന്നിട്ടിരിക്കുന്ന മാസമാകുന്നു. ഖദ് അഫ്ലഹ മൻ സക്കാഹ, തീർച്ചയായും ആ മനസ്സിനെ പരിശുദ്ധമാക്കിയവൻ വിജയിച്ചു. വഖദ് ഖാബ മൻ ദസ്സാഹ, അതിനെ കളങ്കപ്പെടുത്തിയവൻ നിർഭാഗ്യമടയുകയും ചെയ്തു. ജയപരാജയങ്ങളുടെ അടിസ്ഥാനം എന്താണ്? ഖുർആൻ ബേസിക് ആയിട്ട് പറയുന്നത് മനസ്സിന്റെ സംസ്കരണം. ശാരീരികമായ സൗന്ദര്യമോ അലങ്കാരമോ ആർഭാടമോ മറ്റു സൗകര്യങ്ങളോ സൗന്ദര്യമോ ഒന്നുമല്ല. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും, നിങ്ങളുടെ കോലത്തിലേക്കും രൂപത്തിലേക്കും ഒന്നുമല്ല, നിങ്ങളുടെ ബാഹ്യമായ അലങ്കാരങ്ങളിലേക്കോ അഴകുകളിലേക്കോ അല്ല. ഒരാൾ നല്ല മനുഷ്യനെന്ന് പറയുന്നത് എങ്ങനെയാണ്? വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, നിങ്ങളുടെ കർമ്മങ്ങളിലേക്കാകുന്നു അള്ളാഹു നോക്കുന്നത്. അപ്പൊ അവിടെയാണ് ശരിയാവേണ്ടത്. അതാണ് ഖദ് അഫ്ലഹ, ആരാണ് വിജയിച്ചവൻ? മൻ സക്കാഹ, അതിനെ സംസ്കരിച്ചവൻ. അതെന്ന് പറഞ്ഞാൽ യാനി അന്നഫ്സ്, മനസ്സാണ്. മനസ്സിനാണ് സംസ്കരണം ആവശ്യമുള്ളത്. ശരീരം രോഗാതുരമാകുന്നതിനേക്കാൾ വേഗത്തിൽ രോഗാതുരമാകുന്ന, ശരീരത്തിൽ ചളിയും പൊടിയും പിടിക്കുന്നതിനേക്കാൾ കൂടുതൽ ചളിയും പൊടിയും കറയും പിടിക്കുന്ന, ശരീരം ക്ഷീണിക്കുന്നതിനേക്കാൾ കൂടുതൽ ക്ഷീണിക്കുന്ന ഒന്നാണ് മനസ്സ്. അപ്പൊ മനസ്സിന് എന്താവശ്യമുണ്ട്? മനസ്സിന് ഭക്ഷണം ആവശ്യമുണ്ട്, മനസ്സിന് പരിചരണം ആവശ്യമുണ്ട്, മനസ്സിന് മരുന്ന് ആവശ്യമുണ്ട്. എന്താ മരുന്ന് എന്ന് പറഞ്ഞാൽ? ആ മനസ്സിലെ രോഗങ്ങൾക്ക് മുഴുവനുള്ള മരുന്നാണ് ഖുർആൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അത് ശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ മനസ്സകങ്ങളിൽ എന്തെല്ലാം രോഗങ്ങൾ, എന്തെല്ലാം അഴുക്കുകൾ, എന്തെല്ലാം പോരായ്മകൾ, പരിമിതികൾ, കളങ്കങ്ങൾ, അതിനൊക്കെയുള്ള മരുന്ന്. ആ വിശുദ്ധ ഖുർആനിന്റെ മാസം, ആത്മസംസ്കരണത്തിന്റെ മാസം, നന്മകൾ വാരിക്കൂട്ടുവാൻ കഴിയുന്ന മാസം. ഇത് സൂറത്തു ശംസിൽ ഈ 2 ആയത്തുകൾ പറയുന്നതിന് മുമ്പ് 7-ാമത്തെയും 8-ാമത്തെയും ആയത്തിൽ ഖുർആൻ മനസ്സിന്റെ അടിസ്ഥാന ഭാവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 7-ാമത്തെയും 8-ാമത്തെയും ആയത്തിൽ അതെന്താ? വനഫ്സിൻ വമാ സവ്വാഹ, പടച്ചവൻ 2 കാര്യങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ട് പറയാണ്. അത് മനുഷ്യന്റെ മനസ്സിനെയും അതിനെ സംവിധാനിച്ച രീതിയെയും തന്നെയാണ് സത്യം. ആ സത്യം പറഞ്ഞിട്ട് പച്ചയായ ഒരു യാഥാർത്ഥ്യം, നമ്മളെ ഓരോരുത്തരെയും നമ്മൾ വിചാരണക്ക് വിധേയമാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഖുർആൻ പറയുകയാണ്. നമ്മൾ ആത്മവിചാരപ്പെടേണ്ട, ആത്മപരിശോധനക്ക് വിധേയരാകേണ്ട ഒരു മഹാസത്യം. അതെന്താണ്? ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ, ആ മനസ്സിന് അതിന്റെ ദുഷ്ടതയും നൽകിയിരിക്കുന്നു, അതിന്റെ സൂക്ഷ്മതയും നൽകിയിരിക്കുന്നു. ഏതിനെയാണ് നമ്മൾ പരിപോഷിപ്പിച്ച് കൊണ്ടുവരിക എന്ന് വെച്ചാൽ അതിങ്ങനെ വളർന്നു വലുതാകും. ദുഷ്ടതയെയാണോ നമ്മൾ നട്ടു നനച്ച് പരിപോഷിപ്പിച്ചു കൊണ്ടുവരുന്നത്, ദുഷ്ടനായി മാറും. സൂക്ഷ്മതയും ആ മനസ്സിലുണ്ട്. ആ സൂക്ഷ്മതയെയാണോ നിങ്ങൾ വളം വെച്ച് വെള്ളം നൽകി പരിചരിച്ച് ശുശ്രൂഷിച്ച് വളർത്തിക്കൊണ്ടുവരുന്നത്, എങ്കിൽ സൂക്ഷ്മതാബോധമുള്ള മനസ്സായി മാറും. വലിയ അർത്ഥവ്യാപ്തിയുള്ള ഒരു ആയത്താണ്. മനുഷ്യരിൽ എല്ലാവരിലും നന്മയും തിന്മയും ഉണ്ടെന്നാണ്. അതാണ് ഈ ആയത്തിന്റെ സാരം. അതാണ് സാധാരണ മനഃശാസ്ത്ര വിദഗ്ധന്മാരും സാമൂഹ്യ ശാസ്ത്രകാരന്മാരൊക്കെ പറയാറുണ്ട്, മനുഷ്യരിലെ നന്മയെ മാത്രമേ ഉണർത്താൻ പാടുള്ളൂ, തിന്മയെ ഉണർത്താൻ പാടില്ല. ഒരാളുടെ കാലിൽ നമ്മൾ ചവിട്ടിയിട്ട് സോറി എന്ന് പറഞ്ഞാൽ ആൾ കുഴപ്പമില്ല എന്ന് പറയും. ചെറിയ ഉദാഹരണം, അയാളുടെ കാലിൽ ചവിട്ടിയിട്ട് നിങ്ങൾ എന്തിനാ അപ്പൊ കാലോടെ കൊണ്ടുവന്ന് വെച്ചെന്ന് അയാളെ പ്രൊവോക്ക് ചെയ്താൽ എന്താണ്ടാവും? അയാൾ തിരിച്ചും പ്രതികരിക്കും. മനുഷ്യരിലെ നന്മയെ മാത്രം ഉണർത്തിയ ഒരു ജീവിതം കാഴ്ചവെച്ച നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സംസ്കരണത്തിന്റെ വലിയ പാഠമാണ്.
വ്യക്തിജീവിതവും കുടുംബജീവിതവും, തൊഴിലിടങ്ങളിലും, സമൂഹത്തിലും, സൗഹൃദങ്ങളിലും, കുടുംബ ബന്ധങ്ങളിലും, അയൽപ്പക്ക ബന്ധങ്ങളിലും, അധികാരമുള്ളിടത്തും ഒക്കെ എല്ലാ സ്ഥലങ്ങളിലും ഇത് പരിശോധിച്ച് നോക്കൂ. മനുഷ്യരിലെ നന്മയെ മാത്രം ഉണർത്തുക. മറ്റൊന്ന്, റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഗുണം, ഇതുമായി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ നല്ല ഒരു ലിസണർ ആയിരുന്നതാണ്. മറ്റുള്ളവരെ കേൾക്കാൻ, അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അങ്ങോട്ട് പറയല്ല. രണ്ട് കാതും ഒരു വായുവുമാണ് മനുഷ്യന് നൽകിയിരിക്കുന്നത് എന്നതും സാമൂഹ്യ ശാസ്ത്ര നിരീക്ഷകർ പറയാറുള്ളത് പറയുന്നതിന്റെ ഇരട്ടി കേൾക്കണമെന്നാണ്. അപ്പോഴാണ് നന്മകൾ ഉണർന്നു വരിക എന്നതാണ്. ഇന്നത്തെ പത്രത്തിൽ വാർത്തയുണ്ട്, മനുഷ്യന്റെ മനസ്സിലെ തിന്മ അതിന്റെ എത്രമേൽ വ്യാപ്തിയിൽ നമ്മുടെ സമൂഹത്തിൽ ദുരന്തമായി പെയ്തിറങ്ങുന്നു എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നിന്ന് ഇന്ന് വന്നിരിക്കുന്ന വാർത്ത. ഇത് സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഇത് പ്രധാനപ്പെട്ട വാർത്തയാണ്. തോർത്തുപയോഗിച്ച് തങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കയ്യും കാലും കെട്ടി ബന്ധനസ്ഥനാക്കി ഇൻസ്ട്രുമെന്റ് ബോക്സിലെ കോമ്പാസ് കൊണ്ട് ആ കുട്ടിയുടെ ശരീരം മുഴുവൻ മുറിവേൽപ്പിച്ച് ആ മുറിവുകളിൽ ക്രീമും ലോഷനും ഒക്കെ തേച്ചിട്ട് ആർത്തട്ടഹസിക്കുന്ന സീനിയർ വിദ്യാർത്ഥികൾ. 1ാം വർഷ വിദ്യാർത്ഥിയാണ് പീഡനത്തിന് ഇരയായത്. പീഡിപ്പിക്കുന്നത് ആരാ? ഒരു കൊല്ലം മുമ്പ് ആ കോളേജിൽ വന്ന കുട്ടികളാണ്. 2ാം വർഷക്കാരും 3ാം വർഷക്കാരുമാണ്. ഏറ്റവും അത്ഭുതകരമായി അതിൽ നമ്മൾ വായിച്ചെടുക്കേണ്ട ഒരു കാര്യം, ഈ സമൂഹത്തിന്റെ ആരോഗ്യ മേഖലയിൽ സേവനം ചെയ്യേണ്ട ഭാവി തലമുറയാണ് ചെയ്യുന്നത്. മനുഷ്യന്റെ മനസ്സ് ഇത്രമേൽ പൈശാചികമായി തീരുന്നു എന്നതിന്റെ കേരളീയമായ ഏറ്റവും പുതിയ ഉദാഹരണം നമ്മുടെ മക്കളാണ്. തെമ്മാടിത്തരവും മനസ്സിലുണ്ട്, തഖ്വാബോധവും മനസ്സിലുണ്ട്. അതിൽ ഏതിനെയാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത്? സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇന്നിപ്പോ നമ്മുടെ സമൂഹത്തിൽ ധർമ്മനിഷ്ഠ, മൂല്യബോധം, ജീവിതത്തിലെ ചിട്ടകള്, ആത്മസംസ്കരണം എന്നൊക്കെ പറഞ്ഞാല് പലർക്കും പുച്ഛാണ്. നിങ്ങളൊക്കെ 6ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കയറാത്ത ആൾക്കാരാണെന്നാ പറയാ. പഴഞ്ചന്മാരാണ്, കാലത്തിനൊത്ത് പരിഷ്കരിക്കപ്പെടാത്തവരാണ്, സാമൂഹ്യ ബോധമുള്ള ഇല്ലാത്തവരാണ്. നിങ്ങളൊക്കെ പുരോഗതിക്കെതിരായ ആളുകളാണ്, കാടന്മാരാണ്. എന്താ അവിടുത്തെ പ്രശ്നം? ബേസിക്കലി ഈ സംസ്കരണത്തിന്റെ അഭാവമാണ്. വിശ്വാസികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഇന്ന് വളർന്നു വരുന്ന തലമുറയെ എങ്ങനെ ലിബറലൈസ് ചെയ്യാൻ കഴിയും എന്ന് എല്ലാവരും അതിനുവേണ്ട പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തെ എങ്ങനെ അരക്ഷിതമാക്കും? ഇന്നിപ്പോ ഫെബ്രുവരി 14, എന്താ ഫെബ്രുവരി 14? വാലന്റൈൻസ് ഡേ. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം വന്ന പല വാർത്തകളിൽ പല പരസ്യങ്ങൾ കണ്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച്, 3 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച്, ഉല്ലാസ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ പ്രണയ ജോഡികൾക്ക്, അല്ലെങ്കിൽ ബെസ്റ്റികൾ എന്നൊക്കെയാണ് ഇപ്പൊ പറയാം, ഞങ്ങള് കാമുകന്മാരാണ്. വീട്ടുകാരുടെ സമ്മതമില്ല, വീട്ടുകാർക്ക് അറിയില്ല. പലതും അപകടകരമായ ബന്ധങ്ങളാണ്. അങ്ങനെയുള്ള ലവേഴ്സിന് ഒരുമിച്ച് കൂടാനും അവിടെ ചെലവഴിക്കാനും ഒരുമിച്ച് രാത്രി താമസിക്കാനും ഒക്കെയുള്ള പാക്കേജുകൾ കേരളത്തിലെ പല റിസോർട്ടുകളും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ ഫെബ്രുവരി 3 ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു, തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചതിന്റെ പേരിൽ. അവിടെ സമൂഹം ആലോചിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഇഷ്ടമില്ലാതെ ഒരാളെ, ഒരു യുവാവിനെയോ യുവതിനെയോ ഇഷ്ടമില്ലാത്ത ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നത് ഇസ്ലാം എതിരാണ്. വധുവിന്റെയും വരന്റെയും ഇഷ്ടം 1ാമത്തെ ഘടകം. പിന്നെയാണ് മഹറും വലിയും സാക്ഷികളൊക്കെ വരുന്നത്. ഇനി അങ്ങനെ ഇഷ്ടമില്ലാത്തൊരു ബന്ധമാണെങ്കിൽ വേറെ ആളെ കൊണ്ട് പിടിച്ചു കെട്ടിക്കല്ല വേണ്ടത്. എന്താ ചെയ്യേണ്ടത്? അതിൽ നിന്ന് ഒരുപാട് ചികിത്സാ രീതികളുണ്ട്. കൗൺസിലിംഗ് പോലെയുള്ള, മൈൻഡ് ട്യൂണിംഗ് പോലെയുള്ള, സൈക്കോ തെറാപ്പി പോലെയുള്ള മനഃശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട ഗവേഷണാത്മകമായി ആ വിഷയത്തെ സമീപിച്ച് പല മേഖലകളിൽ സേവനം ചെയ്യുന്ന ആളുകൾ, അവരെ സമീപിച്ച്, പ്രത്യേകിച്ച് ഈ അഡോളസൻസ് പീരീഡിലൊക്കെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാനസികമായ കുറെ ചാബല്യങ്ങളുണ്ട്. ഇന്നത്തെ സാമൂഹ്യ സാഹചര്യം അങ്ങനെയാണ്. അവരതിൽ നിന്ന് എങ്ങനെ പരിപക്വമായി പിന്തിരിപ്പിക്കാൻ സാധിക്കും എന്ന രക്ഷിതാക്കൾ ആലോചിക്കേണ്ടത്. ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു, ആ ചെറുപ്പക്കാരൻ ആത്മഹത്യക്ക് ശ്രമിച്ചു, അവൻ നാരോ എസ്കേപ്പായി. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുമ്പോൾ അവിടുന്ന് വല്ല രക്ഷപ്പെട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ, ഇതൊക്കെ സമൂഹത്തെ ഇന്ന് ഫെബ്രുവരി 14 സമൂഹത്തിന് ഇതിന് വലിയ പങ്കുണ്ടെന്ന് ഞാൻ പറയുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊക്കെ
ഈ സംസ്കരണ ബോധത്തിന്റെ കുറവാകുന്നു. ആദില, നോറ എന്ന് പറയുന്ന രണ്ട് പെൺകുട്ടികൾ, അവര് സാങ്കേതികമായി മുസ്ലിം കുട്ടികളുടെ പേരായി പോയി എന്നതിന്റെ പേരിൽ അവർ ലെസ്ബിയൻസ് ആയിട്ട് ഇണകളായി ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ അവർക്ക് ഭയങ്കരമായ ഹീറോ പരിവേഷം നൽകി അവരുടെ നിരന്തരമായ ഇന്റർവ്യൂകൾ പ്രസിദ്ധീകരിച്ചു. ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ അവരുടെ റീലുകൾ ഇങ്ങനെ, ഇന്ന് ഞാൻ തുറന്നപ്പോൾ എനിക്ക് 3 റീൽ അവരത് കാണാൻ കഴിയും. അവരിഞ്ഞെങ്ങനെയാണ് കുട്ടികളെ പ്രസവിക്കുക, അവരിഞ്ഞെങ്ങനെയാ കുട്ടികളെ വളർത്തുക, എന്താണ് അവരുടെ ഭാവി സ്വപ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രൊമോഷൻ വീഡിയോകൾ. ഇതൊക്കെ മഹത്വവൽക്കരിക്കുന്ന, അതേപോലെ തന്നെയാണ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ ഇന്നത്തെ ഈ റാഗിംഗ് കേസുമായി ബന്ധപ്പെട്ടതായാലും കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടതായാലും ഒക്കെ പ്രതികളെ വേണ്ട പോലെ ശിക്ഷിക്കുന്നതിന് നിയമങ്ങളില്ല. നിയമങ്ങൾ പലപ്പോഴും എട്ടുകാലി വല പോലെയാണെന്ന് പറയാറുണ്ട്. അതിൽ ചെറിയ പ്രാണികളൊക്കെ കുടുങ്ങും, വലിയ പ്രാണികളൊക്കെ രക്ഷപ്പെടുന്ന. നമ്മുടെ ഭരണഘടന പറയുന്നത് എല്ലാവരും നിയമത്തിന് മുമ്പിൽ തുല്യന്മാരാണ്. അതൊക്കെ ഒരു തത്വമായി മാത്രം അവശേഷിക്കും. ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ എന്ന് പറഞ്ഞാൽ അതാണ് റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക പീഡനത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോസ്കോ നിയമമുണ്ടല്ലോ ഇവിടെ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ അബ്യൂസ് ഒഫൻസ് എന്ന് പറയുന്ന പോക്സോ നിയമം. ആ നിയമം പോലും ഇന്ന് ഒരു വിദ്യാർത്ഥി പോയിട്ട് സ്റ്റേഷനിൽ പോയിട്ട് പറയാണ്, ഈ അധ്യാപകൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വേറെ ചോദ്യമില്ല, അധ്യാപകൻ അറസ്റ്റ് ചെയ്യപ്പെടും, അയാൾ ജയിലിലടക്കപ്പെടും. ഇങ്ങനെ നിയമത്തിന്റെ പോരായ്മ, ഇതൊക്കെ സമൂഹത്തിന്റെ സംസ്കാരത്തെയും സംസ്കരണത്തെയും നല്ലപോലെ ബാധിക്കുന്നുണ്ട്. അത് മുസ്ലിം സൊസൈറ്റിയിലേക്കും അരിച്ചു വരെയല്ല, ഒഴുകി വരെയാണ്. അരിച്ചു വരിക എന്നുള്ള പ്രയോഗം മാറ്റി വെക്കേണ്ട കാലം കഴിഞ്ഞു. മലവെള്ളപ്പാച്ചിൽ പോലെ മുസ്ലിം സമൂഹത്തെയും ഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളായി ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് 25 വയസ്സും 26 വയസ്സൊക്കെ ആയ പെൺകുട്ടികൾ പോലും ഇന്ന് വിവാഹം വേണ്ട എന്ന് പറയുന്നതിന് പിന്നിലും ഈ ലിബറൽ ചിന്താഗതിയുടെ സ്വാധീനമുണ്ട്. ഒരാണിന് കീഴിൽ താമസിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇസ്ലാം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഭർത്താവിനാണ് പ്രത്യേക പദവി, അംഗീകരിക്കാൻ കഴിയില്ല. എനിക്ക് സ്വന്തമായി ഒരു ജോലിയൊക്കെ കിട്ടി ഞാൻ എന്റെ കാലിൽ നിൽക്കുന്നത് എത്രാമത്തെ വയസ്സിലാണോ അയാളെ ആശ്രയിക്കാതെ എനിക്ക് എന്ന് നിൽക്കാൻ കഴിയുമോ അന്നേ ഞാൻ വിവാഹിതയാവുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുന്ന പെൺകുട്ടികൾ മുസ്ലിം കുടുംബങ്ങളിൽ എമ്പാടും വളർന്നു വരാം. ഇതിലൊക്കെ പരിഹാരം എന്താ? എല്ലാത്തിനും പരിഹാരം ആത്മസംസ്കരണമാണ്. ആ ആത്മസംസ്കരണത്തിന്റെ മാസം അള്ളാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുക, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു അവസരം കൂടി അള്ളാഹു നമുക്ക് നൽകുകയാണ്. മാർച്ച് മാസമായാൽ റമദാൻ ആരംഭിച്ചു, പരീക്ഷാകാലം കൂടിയാണ് മാർച്ച് എന്ന് പറഞ്ഞാൽ. ഇപ്രാവശ്യം ഹയർ സെക്കൻഡറി പരീക്ഷകളൊക്കെ നടക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. ഏതാണ്ട് 18ഓളം ദിവസം പരീക്ഷയുണ്ട്. ജോലിക്ക് പോകുന്ന അധ്യാപകരെ സംബന്ധിച്ച് നോമ്പ് തുറക്കാൻ വീട്ടിലെത്തിയാലായി. ഇതൊന്നും ഗവൺമെന്റിന് അറിയാത്തത് കൊണ്ടല്ല. ഡെപ്യൂട്ടി ചീഫുമാരായിട്ടൊക്കെ ജോലിക്ക് പോകുന്ന അധ്യാപകർ നന്നായിട്ട് പ്രയാസപ്പെടും. ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷ കഴിഞ്ഞ് 800ഉം 700ഉം ഒക്കെ കുട്ടികൾ, 1000 കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്നൊക്കെ അതൊക്കെ ബണ്ടിലൊക്കെ പാക്ക് ചെയ്ത് വീട്ടിലെത്തുമ്പോൾ ചിലപ്പോൾ ബാങ്ക് കൊടുത്തിട്ടുണ്ടാവും. കുട്ടികൾക്കും പ്രയാസമാണ്. എന്നിരുന്നാലും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ പേമാരി പോലെ പെയ്തിറങ്ങുന്ന ഈ മാസം അള്ളാഹു നമുക്കൊരു അവസരം കൂടി നൽകിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതാണ് അവസാനമായി സൂചിപ്പിക്കാനുള്ളത്. ഈ മാസം നമുക്ക് ലഭിക്കുമോ എന്ന് നമുക്ക് ആർക്കും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല, ഒരുറപ്പില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശുദ്ധ റമദാൻ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതാണ്. എന്ത്? അള്ളാഹുവേ, ഈ വിശുദ്ധ റമദാനിൽ സന്നിഹിതനാകാനും ആരോഗ്യത്തോടുകൂടി റമദാനിലെ എല്ലാ ദിവസങ്ങളും നോമ്പെടുക്കുവാനും നമസ്കരിക്കുവാനും കർമ്മങ്ങൾ ചെയ്യുവാനുള്ള മഹാഭാഗ്യം നൽകി നീ എന്നെ അനുഗ്രഹിക്കണമേ. ജീവിച്ചിരുന്നിട്ടും കാര്യമില്ലല്ലോ. റമദാനിൽ നമ്മൾ ജീവിച്ചിരുന്നുകൊണ്ട് കാര്യമില്ല. ഒരു അപകടം പറ്റി നോമ്പ് നോൽക്കാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിലോ, പള്ളിയിൽ പോകാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിലോ, വിശുദ്ധ ഖുർആനൊന്നും എടുത്ത് ഓതാൻ പോലും കഴിയാതെ നമ്മൾ വീൽ ചെയറിലോ വാട്ടർ ബെഡിലോ ആശുപത്രിയിലോ ആണെങ്കിലോ അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതിനു മുമ്പ് ആരൊക്കെ മരിച്ചു പോകുന്നറിയില്ല. പക്ഷെ നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഇങ്ങനെ പ്രതീക്ഷിച്ച് കൊതിച്ച് പ്രാർത്ഥിച്ചിരുന്നാൽ, അങ്ങനെ റമദാന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഒരാൾക്ക് റമദാന് മുമ്പ് അയാൾ മരിച്ചു പോയാലും ഇൻഷാ അല്ലാഹ് ആ റമദാന്റെ പുണ്യം കിട്ടും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്.
രാവിലെ സുബഹിക്ക് പള്ളിയിൽ പോകണമെന്ന് ഒരാൾ ആഗ്രഹിച്ചു, അലാറൊക്കെ വെച്ച് കിടന്നുറങ്ങി, അലാരം അടിച്ചില്ല എങ്കിൽ ആൾക്ക് സുബഹി ജമാഅത്തിന്റെ കൂലിയുണ്ട്. അയാൾ ആഗ്രഹിച്ചു, സ്വാഭാവികമായ കാരണങ്ങൾ. അതുപോലെയാണല്ലോ റമദാൻ. റമദാൻ നമ്മൾ ഇപ്പോൾ തന്നെ ആഗ്രഹിക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്ന ഏറ്റവും നല്ല അതിഥിയാകുന്നു വിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ. നമ്മളെ ഒരു ഏറ്റവും നല്ലൊരു ഫ്രണ്ടിനെ വീട്ടിലേക്ക് വിളിച്ചു നോക്കാം. ആ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കി, സിറ്റിംഗ് റൂമൊക്കെ വൃത്തിയാക്കി, സോഫയൊക്കെ റെഡിയാക്കി, അവിടെ എയർ ഫ്രഷറൊക്കെ അടിച്ച് AC ഒക്കെ ഓണാക്കി, മുറ്റമൊക്കെ വൃത്തിയാക്കി, എവിടെ എത്തി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിളിച്ചു നോക്കൂലേ, ഇപ്പോ നിലമ്പൂരെത്തി. എന്നിട്ട് നമുക്ക് ഇരിപ്പ് കിട്ടൂല, ഫുഡൊക്കെ റെഡിയാക്കി ഇരിക്കുക. കുറച്ചു കഴിഞ്ഞ് പിന്നെയും വിളിക്കാം, മഞ്ചേരി എത്തി. അങ്ങനെ മലപ്പുറം എത്തുന്നവരെ ഇടക്കിടക്ക് വിളിച്ച് ആ അതിഥി വീട്ടിൽ വരുമ്പോൾ നമ്മൾ എത്ര സ്നേഹത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്. സഹോദരങ്ങളെ, വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്ന ഏറ്റവും നല്ല അതിഥിയാകുന്ന വിശുദ്ധ റമദാൻ. നനച്ചുകുളി എന്ന് പറയുന്ന പരിപാടി നമ്മുടെ നാട്ടിൽ. റമദാൻ ആകുമ്പോ വീടൊക്കെ അടിച്ച് വൃത്തിയാക്കി, ജനവാതിലുകളൊക്കെ നല്ല വാതിലുകളൊക്കെ കഴുകി വൃത്തിയാക്കി, അതേപോലെ തന്നെ വീടൊക്കെ ശരിയാക്കി, റമദാൻ ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് വേണ്ട പൊടികളൊക്കെ, മല്ലിയും മുളക് പൊടിയും മഞ്ഞളും അരിപ്പൊടിയും ഒക്കെ, അതൊന്നല്ല റമദാൻ എന്ന് പറഞ്ഞാൽ. വീട് വൃത്തിയാക്കണം, പള്ളി അതിനു വേണ്ടി ഒരുങ്ങണം. അതിനേക്കാളെല്ലാം ഉപരി വിശുദ്ധ റമദാൻ വരുന്നത് നമ്മുടെ ഡൈനിങ് റൂമിലേക്കല്ല, നമ്മുടെ ഡൈനിങ് ടേബിളിലേക്കല്ല. വിശുദ്ധ റമദാൻ വരുന്നത് നമ്മുടെ മനസ്സകങ്ങളിലേക്കാണ്, നമ്മുടെ മസ്ജിദുകളിലേക്കാണ്. അവിടെ ഒരുങ്ങണ്ടത് നമ്മുടെ മനസ്സാകുന്ന പള്ളി ആദ്യം ഒരുങ്ങണം. അങ്ങനെ ഒരു മുന്നൊരുക്കത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുബശ്ശിറു അസ്ഹാബഹു ബിദുഖൂലി റമദാൻ വയഖൂലു ലഹും. റമദാൻ പ്രവേശിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ വിളിച്ചുകൊണ്ട് പറയാറുണ്ടായിരുന്നു, അതാക്കും റമദാൻ, റമദാൻ ആസന്നമാകുന്നു. ഷഹ്റുൻ മുബാറക്, അനുഗ്രഹീതമായ മാസം. ഫറല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമ, നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. വതുഫത്തഹു ഫീഹി അബ്വാബുസ് സമാ, ആകാശത്തിലെ കവാടങ്ങൾ മുഴുവൻ തുറക്കപ്പെടുകയും, വതുഅല്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുകയും, വതുഅല്ലു ഫീഹി മർദത്തു ശയാതീൻ, പൈശാചികമായ എല്ലാ കാര്യങ്ങളും ബന്ധിക്കപ്പെടുകയും. പിശാചിനെ പിടിച്ച് കെട്ടിട്ടെന്ന് മാത്രമല്ല, പൈശാചികമായ മുഴുവൻ പ്രേരണകളിൽ നിന്നും വിശ്വാസിയുടെ മനസ്സ് മുക്തമാകുന്ന മാസമാകുന്നു അത്. ലില്ലാഹി ഫീഹി ലൈലത്തുൽ ഖൈർ ഫീഹി അൽഫി ശഹർ. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിമ. അതിന്റെ പുണ്യമെങ്ങാനും ഒരാൾക്ക് തടയപ്പെട്ടാൽ അയാൾക്ക് എല്ലാ പുണ്യവും തടയപ്പെട്ടു. നൂഹ് നബി അലൈഹി സ്വലാം 950 കൊല്ലം ജീവിച്ചു എന്നുള്ളത് ചരിത്രം മാത്രമല്ല, ഖുർആൻ നേർക്കുനേറെ പറഞ്ഞ കാര്യമാണ്. നമുക്ക് എത്രയാ ആയുസുള്ളത്? പരലോകത്ത് വരുമ്പോ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ സമൂഹം 950 കൊല്ലം ജീവിച്ചു. നൂഹ് നബി അലൈഹി സ്വലാം എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് 1000 കൊല്ലം. അൽഫസനത്തിൻ ഇല്ലാ 50 ആമ എന്ന് ഖുർആൻ പറഞ്ഞു. എന്താ അതിന്റെ അർത്ഥം? 1000 മൈനസ് 50 എന്നതിന്റെ അർത്ഥം. അൽഫസന 1000 കൊല്ലം, ഇല്ലാ 50 ആമ 50 കൊല്ലം. 1000 കൊല്ലത്തിന് 50 കൊല്ലം കുറവ്. അപ്പൊ അന്നുള്ള വിശ്വാസികളുടെ ആയുസ് എത്രയാണ്? അവര് പരലോകത്ത് ഇങ്ങനെ 1000 കൊല്ലത്തെ അമലുകളുമായി വരുമ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് 10 കൊല്ലം 20 കൊല്ലം 30 കൊല്ലം ഒക്കെ ആയിട്ടാണ് ചെല്ലുക. അത് മറികടക്കുവാനും അവരുടെ മുമ്പിലെത്തുവാനും ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസം എന്ന് പറഞ്ഞാൽ 80 ചില്ല കൊല്ലായി. ഒരാളുടെ ജീവിതത്തിൽ 10 ലൈലത്തുൽ ഖദ്ർ കിട്ടിയാൽ നൂഹ് നബിന്റെ സമൂഹത്തിന്റെ അപ്പുറത്ത്. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് ഓതിയാൽ 10, 100, 700 അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അത് ഇരട്ടിയായി കൊടുക്കുന്നു. അങ്ങനെ റമദാൻ മാസത്തിലെ പുണ്യങ്ങളെ കുറിച്ച് പറഞ്ഞു, നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു, നോമ്പിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു, സദഖയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം, അത്രമേൽ പുണ്യമാണ്. ആരൊക്കെയാണ് റമദാനിൽ ഉണ്ടാവുക നമുക്ക് പറയാൻ കഴിയില്ല. ആരൊക്കെയാണ് ആരോഗ്യത്തോടു കൂടി ഉണ്ടാവുക എന്ന് പറയാൻ കഴിയില്ല. നമുക്ക് ആ നോമ്പൊക്കെ കൃത്യമായിട്ട് നോറ്റുകൂട്ടാൻ കഴിയുമോന്ന് അറിയുകയില്ല. പക്ഷേ നമ്മുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളെ അള്ളാഹു പൂർത്തീകരിച്ചു തരും. ആത്മാർത്ഥമായിട്ട് നമ്മൾ നിയ്യത്ത് വെച്ചാൽ അള്ളാഹു അതിനു വേണ്ട അനുഗ്രഹങ്ങൾ നൽകും.
അങ്ങനെ ഒരു വർഷത്തേക്കുള്ള ഇന്ധനമാണ് അസ്സലവാത്തുൽ ഖംസ് വൽ ജുമുഅത്തു ഇലൽ ജുമുഅ വർ റമളാനു ഇലൽ റമളാൻ. ഒരു നമസ്കാരം മുതൽ അടുത്ത നമസ്കാരം വരെ. അതാണ് വിശ്വാസി എന്ന് പറയുന്ന വാഹനത്തിന്റെ ഫ്യൂവലാണ്, ഇന്ധനമാണ്. സുബീസ്കരിച്ച് അങ്ങാടിയിലൊക്കെ പോയി, ജോലി സ്ഥലത്തൊക്കെ പോയി, അപ്പൊ അങ്ങനെ ഡൗണായി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അടുത്ത ഫില്ലിംഗ് ആണ് ളുഹ്ർ. പിന്നെ ഇങ്ങനെ പുറത്തിറങ്ങി കൂട്ടുകാര്, സഹപ്രവർത്തകര്, ജോലി. അപ്പൊ അസറാകുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ പോരായ്മ, അപ്പോഴത്തേക്ക് അസർ കണ്ടോ, അടുത്ത ഇന്ധനം നിറക്കുകയാണ്. അതാണ് ഒരു നമസ്കാരം മുതൽ അടുത്ത നമസ്കാരം വരെ. വൽ ജുമുഅത്തു ഇലൽ ജുമുഅ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ. വർ റമളാനു ഇലൽ റമളാൻ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ. ഇതിനിടയിലുള്ള പാപങ്ങൾ പൊറുക്കുന്ന വിശ്വാസിയുടെ ഏറ്റവും വലിയ ഇന്ധനമാകുന്നത് എന്ന് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെയും ആത്മസംസ്കരണത്തിന്റെയുമായ ഈ മാസത്തെ സ്വീകരിക്കുവാനും അതിലെല്ലാവിധ കർമ്മങ്ങളും നിർവഹിച്ച് അതിനെ ധന്യമാക്കുവാനും അങ്ങനെ പരലോകത്ത് വിജയികളായ വിശ്വാസികളിൽ ഉൾപ്പെടുവാനും അവൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്.